അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. Let the functions f define from open interval -1 to 1 to set of all real numbers and g define from open interval -1 to 1 to -1 to 1 be defined by f of x is equal to modulus of 2x minus 1 plus modulus of 2x plus 1 and g of x is equal to x minus greatest integer of x, where box x denotes the greatest integer less than or equal to x. Let f o g define from open interval -1 to 1 to set of all real numbers be the composite function defined by f o g of x is equal to f of g of x. Suppose c is the number of points in the interval -1 to 1 at which f o g is not continuous, and suppose d is the number of points in the interval open interval -1 to 1 at which f o g is not differentiable, then the value of c plus d is എന്നാണ് ചോദ്യം. അഗൈൻ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഭയങ്കര ഇന്റിമിഡേറ്റിംഗ്, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ തോന്നും. പക്ഷേ ഇത് ആക്ച്വലി ഒരു റൂട്ടീൻ പ്രോബ്ലം. രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും തന്നിട്ട് അതിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ എത്ര ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്, എത്ര ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ സംഭവം ഒന്നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ആൻസർ ചെയ്ത് നോക്കിയവർക്ക് 4 കിട്ടിയിട്ടുണ്ടാവും. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജോബ് എന്താന്ന് വെച്ചാൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് എന്താണ്? എഫ് തന്നിരിക്കുന്നത് -1 to 1 ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എഫ് ഓഫ് എക്സ് പറഞ്ഞിരിക്കുന്നത് മോഡുലസ് ഓഫ് 2x minus 1 പ്ലസ് മോഡുലസ് ഓഫ് 2x plus 1 ആണ് ഈ സംഭവം. അതുപോലെ ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1 to 1 to -1 to 1 ആണ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ജി ഓഫ് എക്സിന്റെ ഫങ്ഷണൽ നൊട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്, റൈറ്റ്. ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എഫ് കോമ്പോസിഷൻ ജിയുടെ ഡൊമൈൻ എന്താന്ന് നോക്കണം. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ, അപ്പൊ ജിയുടെ ഡൊമൈൻ എന്താണോ അതാണ് എഫ് ഓ ജിയുടെ ഡൊമൈൻ ആയിട്ട് നമ്മൾ എടുക്കാം. സോ ഡൊമൈൻ ഓഫ് എഫ് ഒ ജി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? -1 to 1 ആണ്. അത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഒ ജിയുടെ എക്സ്പ്രഷൻ പീസ് വൈസ് ഡെഫിനിഷൻ എഴുതാൻ പോകണം. കാരണം തന്നിരിക്കുന്ന ഈ എഫും ജിയും പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫ് ഒ ജിയുടെ പീസ് വൈസ് ഡെഫിനിഷൻ എഴുതാൻ പോവുകയാണ്. അത് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. കാരണം ഇത് സിമ്പിൾ ആയിട്ടുള്ള പീസ് വൈസ് ഫംഗ്ഷൻ ആണെങ്കിലും ഓരോ ഇന്റർവെല്ലിലും അത് ഒന്നെങ്കിൽ ഒരു കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ഒരു ലീനിയർ ഫംഗ്ഷൻ ഒക്കെയാണ്. അല്ലാണ്ട് ക്വാഡ്രാറ്റിക്കിലേക്ക് ഒന്ന് പോകുന്ന ഒരു സംഭവങ്ങളല്ല ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒന്നും. ഓക്കെ, വേറെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എഫിന്റെ പീസ് വൈസ് ഡെഫിനിഷൻ എഴുതാൻ പോവാം. സോ എഫ് ഓഫ് എക്സ്, അപ്പൊ എഫിന്റെ ഡൊമൈൻ -1 to 1 ആണ്. അപ്പൊ ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട പോയിന്റ് ഏതാന്ന് നോക്കി. ബ്രേക്ക് ചെയ്യേണ്ടത് -1/2 അപ്പൊ -1/2 അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു -1/2 ഇത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -1/2 എടുത്തു. അപ്പോ എക്സ് -1/2 തൊട്ട് ലെഫ്റ്റിലുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് 2x minus 1 എന്ന് പറഞ്ഞ സാധനം എക്സ് -1/2 പുറത്തുള്ള നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മനസ്സിലാവും. മോഡുലസ് ഓഫ് 2x minus 1 എന്ന് പറഞ്ഞ സാധനം നെഗറ്റീവാ. അപ്പൊ മോഡുലസ് ഓഫ് 2x minus 1 എന്തായിരിക്കും? 1 - 2x ആയിരിക്കും. അപ്പൊ 1 - 2x പ്ലസ് അടുത്തത് എക്സ് -1/2 ഇപ്പുറത്തുള്ള ഒരു നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2x plus 1 എന്ന് പറഞ്ഞ സാധനം ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ മോഡുലസ് ഓഫ് 2x plus 1 എന്തായിരിക്കും? -2x - 1 ആയിരിക്കും. ഇനി അടുത്ത ഇന്റർവെല്ലിലേക്ക് പോവാം. അടുത്ത ഇന്റർവെല് -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ, നമ്മൾ ഇനി ബ്രേക്ക് ചെയ്യേണ്ടത് ഹാഫിലായിരിക്കും കേട്ടോ. ഹാഫിലായിരിക്കും ബ്രേക്ക് ചെയ്യുന്നുണ്ടാവുക. സോ -1/2 മുതൽ ഹാഫ് വരെയുള്ള ഇന്റർവെൽ എടുത്താൽ -1/2നും ഹാഫിനും ഇടയിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ 2x - 1 എന്ന് പറഞ്ഞ നമ്പർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. 2x plus 1 എന്ന് പറഞ്ഞ നമ്പർ, 2x plus 1 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ എന്തിനാ എടുക്കാൻ പോണത്? -1/2നും ഹാഫിനും ഇടയിൽ എടുക്കാൻ പോണേ. സോ ഫോർ എക്സാമ്പിൾ -2.5 എടുത്തു, -0.25 എടുത്തു. -0.25 എടുക്കുമ്പോൾ 2x plus 1 എന്ന് പറഞ്ഞ സാധനം -1/2 plus 1 ആണ്, അത് ഹാഫ് ആണ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ x = 0 കൊടുക്കുക. x = 0 കൊടുക്കുമ്പോൾ
2x plus 1 എന്ന് പറഞ്ഞ സാധനം 1 ആണ്, അത് പോസിറ്റീവാണ്. അല്ലെങ്കിൽ x is equal to 0.25 കൊടുക്കുക. 0.25 കൊടുക്കുമ്പോൾ അതെന്താ വരാൻ പോണേ? 2 into 0.25 0.5 plus 1 1.5. അപ്പോൾ 2x plus 1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി പോസിറ്റീവും എന്നാൽ 2x minus 1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതെന്താ വരാൻ പോകുന്നത് വെച്ചാൽ 1 minus 2x plus 2x plus 1 എന്ന് തന്നെ വരും. ഓക്കെ, ഇനി അടുത്ത ഇന്റർവെൽ ഏതാ നമ്മൾ എടുക്കാൻ പോണത്? ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ ഇന്റർവെൽ എടുക്കാൻ പോണേ. അപ്പൊ ഈ കേസിൽ ശ്രദ്ധിക്കണേ, ഹാഫിനും 1നും ഇടയിൽ 2x minus 1ഉം പോസിറ്റീവ് ആണ്, അടുത്ത നമ്പർ 2x plus 1ഉം പോസിറ്റീവ് ആണ്. ഇങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ തെളിഞ്ഞു വന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കണേ, -4x whenever you are -1 less than x less than -half ആണ്. And its value is equal to 2 whenever -half less than or equal to x less than half ആണ്. And its value is equal to 4x whenever half less than or equal to x less than 1 എന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് കിട്ടി. ഇനി നമ്മൾ എഫ് ഓഫ് ജി ഓഫ് എക്സിലേക്ക് കിടക്കാൻ പോവാം. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം this is going to be -4 times g of x whenever -1 less than g of x less than -half. This is going to be 2 whenever -half less than or equal to x അല്ല അവിടെ g of x less than half. And this is going to be 4 times g of x whenever half less than or equal to g of x less than 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആക്ച്വൽ ജി ഓഫ് എക്സ്. സോ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ആക്ച്വൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം അത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആണ്. സോ -4 ടൈംസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വെനെവർ -1 ലെസ് ദാൻ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ലെസ് ദാൻ -half. അതുപോലെ 2 വെനെവർ -half ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ലെസ് ദാൻ ഹാഫ്. പിന്നെ ഇത് 4 ടൈംസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വെനെവർ ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ലെസ് ദാൻ 1. ഇനി നമ്മൾ ആലോചിക്കാം, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന് എടുക്കാവുന്ന വാല്യൂസ് എപ്പോഴും 0നും 1നും ഇടയിലാണ്. 0നും 1നും ഇടയിൽ, 0ന്റെ അവിടെ ക്ലോസ്ഡ് ഓപ്പൺ അറ്റ് 1 ആണ്. 0നും 1നും ഇടയിലാണ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന് എടുക്കാൻ വാല്യൂസ് പറ്റുള്ളൂ. സോ യുവർ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഗോയിങ് ടു ബി എന്തായി? എങ്ങനത്തെ കേസ് ആയെന്നറിയോ? -1 മുതൽ 0 വരെയുള്ള കേസുകളില്ല. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി 2 whenever 0 less than x fractional part of x less than or equal to less than half എന്ന് കിട്ടി. And it is going to be 4 times fractional part of x whenever half less than or equal to fractional part of x less than 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ആർ എച്ച് എസ് ഉള്ള സാധനം എക്സിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താ? ഡൊമൈൻ എന്ന് പറഞ്ഞ സാധനം -1 മുതൽ 1 വരെയുള്ള മൊത്തം നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം -1 മുതൽ 1 വരെ ഈ എക്സ് വേരി ചെയ്യുമ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെ? 0 മുതൽ 1 വരെയാണ്. അത് പീരിയോഡിക് ആയിട്ട് വേരി ചെയ്യാം. -1 മുതൽ 0 വരെ അതിന്റെ അതേ വേരിയേഷൻ തന്നെയായിരിക്കും 0 മുതൽ 1 വരെ അതിനുണ്ടാവാം. അതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് -1നും 1നും ഇടയിലുള്ള വേരിയേഷൻ അതുകൂടി നമ്മൾ എഴുതണേ. സോ നമുക്കറിയാം ദിസ് ഈസ് ഗോയിങ് ടു ബി 2 whenever 0 less than or equal to x less than half. അതേപോലെ തന്നെ കറസ്പോണ്ടിംഗ്ലി ഫ്രാക്ഷൻ ഓഫ് പാർട്ട് ഓഫ് എക്സ് 0നും ഹാഫിനും ഇടയിൽ വരുന്നത് എവിടെയായിരിക്കും? അത് -1നും അതുപോലെ ഇതിന്റെ ജസ്റ്റ് ഒരു പീരീഡ് മുന്നേ, ഓക്കെ, ഒരു പീരീഡ് മുന്നേ നമുക്ക് പോകാം. -1 മുതൽ -half വരെയുള്ള ഇന്റർവെല്ലിലും അതിന്റെ വാല്യൂ 2 ആയിരിക്കും. അതുപോലെ നമുക്കറിയാം ദിസ് ഈസ് ഗോയിങ് ടു ബി 4 ടൈംസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വെനെവർ ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പൊ അടുത്ത പീരീഡ് എവിടെ ആയിരിക്കും? -half മുതൽ എന്തുവരെ ആയിരിക്കും? അത് -half മുതൽ 0 വരെ. ദിസ് ഈസ് 4 ടൈംസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആയിരിക്കും. യെസ്, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹാഫിനും 1നും ഇടയിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. കാരണം എക്സ് മൈനസ് ഇന്റിജർ പാർട്ട് 0 ആണല്ലോ. എന്നാൽ -halfനും എക്സിനും ഇടയിൽ -halfനും 0നും ഇടയിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? എക്സ് മൈനസ് ഇന്റിജർ പാർട്ട്. അപ്പൊ എക്സ് -1 അത് എക്സ് പ്ലസ് 1 ആയിരിക്കും. അപ്പൊ അൾട്ടിമേറ്റ്ലി നമുക്കിത് എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താന്ന് കിട്ടി? എഫ് ഓഫ് ജി ഓഫ് എക്സ് ശ്രദ്ധിക്കണേ, -1 മുതൽ ഹാഫ് വരെ 2,
-1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -12 അത് 2 ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് നോക്കിക്കേ, -12 മുതൽ 0 വരെ -12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 അതെന്തായിരിക്കും 4 × x+1. അടുത്ത ഇന്റർവെൽ എന്താ നോക്കാം നമുക്ക്. അടുത്ത ഇന്റർവെൽ 0 മുതൽ ഹാഫ് വരെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഹാഫ് അതിന്റെ വാല്യൂ എന്തായിരിക്കും 2 ആയിരിക്കും. അടുത്ത ഇന്റർവെൽ എന്തായിരിക്കും നോക്കാം നമുക്ക്. ഹാഫ് മുതൽ 1 വരെ ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 അതിന്റെ വാല്യൂ എന്തായിരിക്കും 4x ആയിരിക്കും. ഇനി എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് നോക്കാം. ഡിസ്കണ്ടിന്യൂറ്റികൾ ഉണ്ടാവാൻ പോണത് എവിടെയാ, -12 നമ്മൾ ചെക്ക് ചെയ്തു, അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. 0 നമ്മൾ ചെക്ക് ചെയ്തു, അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. എക്സ് = 0 ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് മനസ്സിലായി. ഹാഫിൽ നമ്മൾ ചെക്ക് ചെയ്തു, അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. നോൺ ഡിഫറൻഷ്യബിലിറ്റി എവിടെ നോക്കാം. നോൺ ഡിഫറൻഷ്യബിലിറ്റി x = -12 ലെഫ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്, റൈറ്റ് ഡെറിവേറ്റീവ് എന്താണ് 4 ആണ്. സോ x = -12 നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. x = 0 അല്ലെ, ലെഫ്റ്റ് ഡെറിവേറ്റീവ് 4 ആണ്, റൈറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ x = 0 അല്ലെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ആണ്, അപ്പൊ അത് നോൺ ഡിഫറൻഷ്യബിലിറ്റിയിൽ പെട്ടു കേട്ടോ. ഇനി x = ഹാഫില് ഹാഫിന്റെ ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അവിടെ ഡെറിവേറ്റീവ് 0 ആണ്, റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് 4 ആണ് വരുന്നത്. അപ്പൊ x = ഹാഫില് എന്തുണ്ട് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. അപ്പൊ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയും 3 നോൺ ഡിഫറൻഷ്യബിലിറ്റിയും മൊത്തത്തില് C+d വാല്യൂ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. സി എന്ന് പറഞ്ഞ സാധനം അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സി ഇസ് ദ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. അപ്പൊ സി വാല്യൂ ഇത് 1ഉം ഈ വാല്യൂ 3ഉം ആണ്. സോ ദി ആൻസർ ഇസ് 4. 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ടോട്ടൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയും 3 ഡിഫറൻഷ്യബിലിറ്റിയും ടോട്ടൽ വേണ്ട ആൻസർ 4 ആണ്. ഓക്കെ, 1 + 3 4 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് ആക്ച്വലി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, പക്ഷെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഒരു ലെസ് ദാൻ വരെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു അങ്ങനെ ഒന്നും ആയി പോവാതെ കെയർഫുൾ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷന്റെ ധാരണ നല്ല ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളുകൾക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ ഗ്രാഫൊക്കെ വരച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇത്രയും കൂടി നന്നായിട്ട് ചിന്തിച്ച് ചെയ്യണം, പക്ഷെ ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പക്ഷെ സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. മറ്റേ രീതിയിൽ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.